Assalamualaikum everyone. ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെ കാരമൽ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാനാണ്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 എഗ്ഗാണ് വേണ്ടത്. 3 എഗ്ഗും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പൗഡേർഡ് ഷുഗറാണ് വേണ്ടത്. 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. 1/3 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 1.5 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അരിച്ചെടുക്കാം. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സോളം. ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിനുള്ള ഷുഗർ സിറപ്പ്, കാരമലൈസ്ഡ് സിറപ്പ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ലോ ഹീറ്റിലിട്ടിട്ട് നമുക്കിത് ചൂടാക്കി എടുക്കാം. നമുക്കിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. ഇവിടെ ഷുഗർ മെൽറ്റായി വരുന്നുണ്ട്. ഷുഗർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളമാണ്, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിടാം. ഇതിലേക്കുള്ള മിക്സ്ചർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തണുത്ത പാലെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സർ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഹൈ ആക്കി കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കേക്കിനുള്ള കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ മുകളിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് പോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് തണുത്ത പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മളുടെ കാരമൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ്ഡ് ആൽമണ്ട് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ ഉണ്ടാക്കാൻ ഈസിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.